ജനനസമയം മുതൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ തുണ ഈ നാളുകാർക്കൊപ്പം ഏത് അത്യാപത്തും തടയും. പ്രായഭേദമന്യേ എല്ലാവരും വാത്സല്യ രൂപത്തിൽ ആരാധിക്കുന്ന ദേവസങ്കല്പമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. അതുകൊണ്ടുതന്നെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഭഗവാന് തന്റെ ഭക്തരോടൊപ്പം ഉണ്ട് എന്നതാണ് സത്യം. എല്ലാ ചരാചരങ്ങളും ദൈവത്തിനു മുന്നിൽ ഒന്നാണെങ്കിലും ചില നക്ഷത്രക്കാരിൽ ഭഗവാന്റെ സാന്നിധ്യവും അനുഗ്രഹവും അല്പം കൂടുതലായിരിക്കും. മഹാവിഷ്ണുവിന്റെ 8ാമത്തെ അവതാരമായാണ് ഭഗവാൻ ശ്രീകൃഷ്ണനെ കണക്കാക്കുന്നത്. ഭഗവാന്റെ പേര് പറയുമ്പോൾ തന്നെ സന്തോഷിക്കുന്നവരാണ് നമ്മളിൽ പലരും. എന്നാൽ ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഭഗവാന്റെ അനുഗ്രഹം എന്നെന്നും ഏത് സമയത്തും നിലനിൽക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിലുപരി ഭഗവാന് ഏത് ആപത്തിലും ഇവർക്ക് തുണയായി നിൽക്കുന്നു. കൂടുതൽ അറിയുന്നതിനു വേണ്ടി ഈ വീഡിയോ കാണൂ. രോഹിണി നക്ഷത്രം തന്നെ ഭഗവാന്റെ നക്ഷത്രമാണ്. ഇത് ശുഭകരമായി കണക്കാക്കുന്നു. ഏതു സമയവും ഭഗവാന്റെ സാന്നിധ്യം ഇവരോടൊപ്പം ഉണ്ടാവുന്നു. എന്ത് കാര്യത്തിന് തുടക്കം കുറിക്കുമ്പോഴും ഭഗവാനെ മനസ്സിൽ ഓർക്കുന്നത് നല്ലതാണ്. ഭഗവാന് ജീവിതത്തിൽ അത്ഭുതം കാണിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. നിത്യവും ക്ഷേത്രദർശനം നടത്തുന്നതും നല്ലതാണ്. അവിട്ടം നക്ഷത്രക്കാർക്കും ജീവിതം ഭഗവാൻ മാറ്റിമറിക്കുന്നു. എല്ലാ ദിനവും ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ ജീവിതം സന്തോഷത്തോടെ മുന്നോട്ടു പോകുന്നു. ജന്മനാ ഇവരോടൊപ്പം ഭഗവാന്റെ സാന്നിധ്യമുണ്ടാവുന്നു. ഒരിക്കലും ഭഗവാനെ വിസ്മരിച്ച് ഒരു കാര്യവും ചെയ്യരുത്. എപ്പോഴും ഭഗവാന്റെ അനുഗ്രഹം ഇവരോടൊപ്പം ഉണ്ടാവുന്നതിന് ഭഗവാനെ എപ്പോഴും പ്രാർത്ഥിക്കണം. കാർത്തിക നക്ഷത്രക്കാർക്ക് അവരുടെ ജനം മുതൽ തന്നെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവുന്നു. ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ ഇവരുടെ ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും നിലനിൽക്കുന്നു. ജീവിതത്തിലെ എല്ലാ ദോഷഫലങ്ങളെയും ഭഗവാൻ തട്ടി നീക്കുന്നു. എല്ലാ തരത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങളിലും ഭഗവാന്റെ അനുഗ്രഹം ഇവരോടൊപ്പം ഉണ്ടാവുന്നു. പൂരം നക്ഷത്രക്കാർക്കും ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും കൂടെയുണ്ടാവുന്നു. ജീവിതം സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ആയി മാറുന്നതിന് ഭഗവാന് ഇവരെ അനുഗ്രഹിക്കുന്നു. ഏത് അത്യാപത്തിലും ഭഗവാന് നിങ്ങളോടൊപ്പം ഉണ്ടാവുന്നു. ജന്മനാ തന്നെ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളോടൊപ്പം ഉണ്ടാവുന്നു എന്നതാണ് സത്യം. തിരുവാതിര. ഏത് ആപത്ഘട്ടത്തിലും ഭഗവാന്റെ അനുഗ്രഹം ഈ നക്ഷത്രക്കാർക്കൊപ്പം ഉണ്ടാവുന്നു. വളരെയധികം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ട സാഹചര്യത്തിലും ഭഗവാന്റെ തുണ ഇവരോടൊപ്പം ഉണ്ടാവുന്നു. ജന്മനാ ഇവരുടെ ജീവിതം സന്തോഷത്തിന്റേതാക്കുന്നതിന് ഭഗവാന്റെ തുണ എപ്പോഴും ഉണ്ടാവുന്നു. നിത്യവും ഭഗവാനെ ആരാധിക്കുന്നത് അതിവിശേഷമാണ്. ആയില്യം നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളെയും ഒഴിവാക്കുന്നതിന് ഭഗവാന് അനുഗ്രഹിക്കുന്നു. മനമുരുകിയുള്ള പ്രാർത്ഥന സർവ്വദുഃഖങ്ങളെയും ഇല്ലാതാക്കുന്നതിന് സാധിക്കുന്നു. ജീവിതത്തിലെ ഏത് താഴ്ചയിലും ഭഗവാൻ നിങ്ങളെ ഉയർച്ചയിലേക്ക് എത്തിക്കുന്നു. ഭഗവാനെ നിത്യവും പ്രാർത്ഥിക്കുന്നതിന് ശ്രദ്ധിക്കുക. തുളസിമാല സമർപ്പിക്കുന്നത് നിങ്ങളെ ജീവിതത്തിൽ നേട്ടങ്ങളിലേക്ക് എത്തിക്കുന്നു. മകം. ഏത് ആപത്ഘട്ടത്തിലും നിങ്ങളെ ഭഗവാൻ രക്ഷിക്കുന്നു. ഭഗവാന്റെ അനുഗ്രഹം ഇവരോടൊപ്പം എപ്പോഴും ഉണ്ടാവുന്നു. ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുന്നതും വ്യാഴാഴ്ച ദിനങ്ങളിൽ പാൽപായസം വഴിപാടായി സമർപ്പിക്കുന്നതും നേട്ടങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുന്നു. ജന്മനാ ഭഗവാന്റെ അനുഗ്രഹവും സാന്നിധ്യവും നിങ്ങളിൽ ഉയർച്ച കൊണ്ടുവരുന്നു. ഉത്രാടം നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ ഏത് ദുരിതത്തെയും ഇല്ലാതാക്കുന്നതിന് സാധിക്കുന്നു ഭഗവാന്റെ അനുഗ്രഹത്തിലൂടെ. നിത്യവും ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുന്നത് നല്ലതാണ്. ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുന്നതും നല്ലതാണ്. എപ്പോഴും നിങ്ങളെ കൈപിടിച്ച് ആപത്തിൽ നിന്ന് ഉയർത്തുന്നതിന് ഭഗവാൻ കൂടെയുണ്ടാവും എന്നതും ഒരു സത്യമാണ്. ഉത്രം നക്ഷത്രക്കാർക്ക് അവരുടെ ജന്മനാ തന്നെ ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാവുന്നു. ഏത് ആപത്ഘട്ടത്തിലും ഭഗവാനെ വിളിക്കുന്നതിലൂടെ നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ദോഷഫലങ്ങളും അകറ്റി നല്ലൊരു ജീവിതം ലഭിക്കുന്നു. ഐശ്വര്യവും സന്തോഷവും ഭഗവാൻ നിങ്ങളുടെ ജീവിതത്തിൽ നൽകുന്നു. എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികളെയും തോൽപ്പിക്കുന്നതിന് ഭഗവാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവുന്നു. വ്യാഴാഴ്ച ദിനത്തിൽ ക്ഷേത്ര ദർശനം നടത്തുന്നതിന് ശ്രദ്ധിക്കണം. മൂലം നക്ഷത്രക്കാർക്ക് ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ ജീവിതം തന്നെ മാറി മറിയുന്നു. എല്ലാ വിധത്തിലും ഏത് ആപത്തിൽ നിന്നും ഭഗവാന് ഇവരെ സംരക്ഷിക്കുന്നു. എല്ലാ തരത്തിലുള്ള ദോഷഫലങ്ങളെയും പ്രതിരോധിക്കുന്നതിന് ഭഗവാന് ഇവരോടൊപ്പം ഉണ്ടാവുന്നു. അദ്ഭുതഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്.
ഏത് അത്യാപത്തിൽ നിന്നും മാറി ജീവിതം ശുഭകരമാവുന്നതിന് ഇവരെ ഭഗവാന് അനുഗ്രഹിക്കുന്നു. ഭരണി നക്ഷത്രക്കാർക്ക് അനുകൂലമായ പല മാറ്റങ്ങളും ജീവിതത്തിൽ ഭഗവാൻ നൽകുന്നു. ഒരു തരത്തിലും ദോഷഫലങ്ങൾ ഇവരെ ബാധിക്കുകയില്ല. ജീവിതത്തിലെ ദുരിതങ്ങൾ പോലും ഇവരെ തെല്ലും പിടിച്ചു കുലുക്കുകയില്ല. അത്രയേറെ ഇവരിൽ ഭഗവാന് അനുഗ്രഹം ചൊരിയുന്നു. എല്ലാ ദുരിതങ്ങളെയും ഭഗവാന്റെ അനുഗ്രഹത്തിലൂടെ നിങ്ങൾക്ക് ഇല്ലാതാക്കാൻ സാധിക്കുന്നു. ഭഗവാന്റെ അനുഗ്രഹം എല്ലാ തരത്തിലും ഇവരോടൊപ്പം ഉണ്ടായിരിക്കും.